ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യ ഒട്ടാകെ ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. എന്തായാലും ഇന്ത്യ ഒട്ടാകെ എന്ന് പറയുമ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ അതിനു മുന്നേ തന്നെ BJPയുടെ ഒരു തരംഗം ഉണ്ടായിക്കഴിഞ്ഞു. ബീഹാറിൽ സംഭവിച്ചത് സകല പ്രവചനങ്ങളുടെയും സർവേ ഫലങ്ങളുടെയും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. അത് നിതീഷ് കുമാറിൻ്റെയും BJPയുടെയും സംയുക്ത വിജയം തന്നെയാണെന്ന് പറയാം. ബീഹാറിനെ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് NDA മുന്നണിക്കും മുൻകാലങ്ങളിൽ നിതീഷ് കുമാറിനും സാധിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ബീഹാറിലെ സ്ത്രീജനങ്ങളുടെയും കർഷകരുടെയും വോട്ട് NDA മുന്നണിക്ക് ലഭിച്ചത്. ബീഹാറിൻ്റെ ഫലം വന്നപ്പോൾ അത് ഇന്ത്യ ഒട്ടാകെ തെരഞ്ഞെടുപ്പ് നടന്ന ഒരു ഫലസൂചനയാണ് ലഭിച്ചിരിക്കുന്നത്. അതിലൂടെ ഈ ബീഹാറിൻ്റെ കാറ്റടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേൽവിലാസം തന്നെ നഷ്ടപ്പെട്ടു പോയ, കോൺഗ്രസിൻ്റെ വലിയ ആധിപത്യമുണ്ടായിരുന്ന സംസ്ഥാനമായിരുന്നു. അവർ ദീർഘകാലം ഭരിച്ചിട്ടും എന്താണ് ആ സംസ്ഥാനത്ത് പഴയപടി തന്നെ നിന്നു എന്നുള്ളതാണ്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് ഇന്ത്യയിലെ വളരെ അപരിഷ്കൃതമായി മുന്നോട്ട് ജീവിതം നയിച്ചുകൊണ്ടിരുന്നവരെയൊക്കെ തന്നെ ഒരു മുഖ്യധാരയിലേക്ക് മാറ്റുകയും ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തത്. അതിൻ്റെ തെളിവായിരുന്നു ഈ ശൗചാലയങ്ങളും മറ്റും സ്ഥാപിച്ചത്. ഇതൊക്കെ അതുപോലെ തന്നെ അവിടുത്തെ സ്ത്രീജനങ്ങളെ, അവിടുത്തെ എന്നല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും സ്ത്രീജനങ്ങളെ മുൻപേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള ഒരു വലിയ മുന്നേറ്റമാണ് രാജ്യം മുഴുവൻ ഉണ്ടാകുന്നത്. പ്രധാനമന്ത്രി അതിന് പിന്നാലെ പ്രഖ്യാപിച്ചു, കേരളം ഉൾപ്പെടെ നേട്ടം കൈവരിക്കാൻ പോവുകയാണ്. 2026 തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് കേരളവും തമിഴ്നാടും ആസാമും ബംഗാളുമാണ്. ഇവിടേക്കൊക്കെ കടന്നു കയറുമെന്നുള്ള രീതിയിൽ തന്നെയാണ് ബംഗാളിൽ ഭരണം ഇവർക്ക് ഏതാണ്ട് അടുത്ത് നിൽക്കുകയാണ്. അതിൻ്റെ ഒരു സൂചന കൂടിയാണ് നൽകിയത്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമായ ഒരു ചിത്രം ഉണ്ടാക്കണമെന്ന് തന്നെ BJP കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഘടകത്തിനോട് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷനും തൃശ്ശൂർ കോർപ്പറേഷനും BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിരീക്ഷണത്തിൽ തന്നെയാണ്. കാരണം ഇത് രണ്ടുമാണ് കൈയെത്തുന്ന ദൂരത്തിൽ നിൽക്കുന്നത്. ഇതിപ്പോൾ കിട്ടിയില്ല എങ്കിൽ പിന്നെ BJPയുടെ ഇതുവരെയുള്ള പ്രയത്നമൊക്കെ തന്നെ വിഫലമായി മാറുന്നതിൻ്റെ ലക്ഷണമായിരിക്കും ഉണ്ടാവുക. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിരീക്ഷണത്തിലേക്ക് കൂടി കടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ബീഹാർ പോലുള്ള സംസ്ഥാനത്ത് മുസ്ലിം ഏരിയകളിൽ പോലും BJPക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇതൊക്കെ കേരളത്തിലെ പലയിടങ്ങളിലേക്ക് പോലും വ്യാപിപ്പിക്കാം എന്നാണ് ഈ കേന്ദ്രം പ്രത്യേക നിർദ്ദേശത്തിലൂടെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJPയുടെ കേരള കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഒരു പ്രത്യേക ഊർജം തന്നെയാണ് പകർന്നിരിക്കുന്നത്. അപ്പോൾ ബീഹാറിൽ നിന്ന് കിട്ടിയ ഊർജമെന്ന് പറയുന്നത് ചില്ലറയല്ല, അതൊരു വലിയ ഊർജമാണ്. അത് ആളിപ്പടരും എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ കേരളത്തിൻ്റെ ചിത്രം വ്യക്തമാകും. ഈ ചിത്രം വ്യക്തമായി കഴിയുമ്പോൾ മുൻപ് LDFിൽ നിന്നും UDFിൽ നിന്നും ഒക്കെ ഘടകകക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേക്കേറാനായിട്ട് ചാഞ്ചാടി നിന്നിരുന്നതാണ്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. ഇടയ്ക്കൊരു UDFിനൊരു തകർച്ചയുണ്ടായി. അത് LDFിൻ്റെ മൂന്നാം വട്ടത്തിലേക്ക് കടക്കും എന്നുള്ളത് വന്നു കഴിഞ്ഞപ്പോൾ
പലരുടെയും ചാഞ്ചാട്ടം അവിടെ വച്ച് അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ വീണ്ടും LDF സർക്കാർ പലതരത്തിൽ CPM പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ ഒരു തിരിച്ചടി ഉണ്ടാകും എന്നാണ് BJP കേന്ദ്രം കണക്ക് കൂട്ടുന്നത്. കാരണം ശബരിമല വിഷയം, ശബരിമല യുവതീ പ്രവേശം തന്നെ വലിയ തിരിച്ചടി ഉണ്ടാക്കിയതാണ്. അന്ന് അതിൻ്റെ ഗുണഭോക്താക്കളായി മാറിയത് കോൺഗ്രസ്സുകാരാണ്. അവർ ഗ്യാലറിയിൽ ഇരുന്ന് കളി കണ്ട് ട്രോഫിയും വാങ്ങിച്ചുകൊണ്ട് പോയി എന്നാണ് നമുക്ക് പൊതുവെ പറയാനുള്ളത്. പക്ഷെ ഇക്കുറി അങ്ങനെ ആയിരിക്കരുത്. ശബരിമല വിഷയം തന്നെ 2019 ശബരിമല യുവതീ പ്രവേശം അവർക്ക് CPMന് ദോഷം ഉണ്ടാക്കിയതുപോലെ തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ ദോഷഫലങ്ങൾ അവർക്കുണ്ടാകും എന്ന് BJP കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് മുൻപേ തന്നെ പറയുകയുണ്ടായി അമിത്ഷാ 2026 അധികാരത്തിൽ എത്തണമെന്നുള്ളത്. ഈ വിഷയം കൂടി ആകുമ്പോൾ BJPയുടെ കണക്ക് കൂട്ടലുകളെല്ലാം തന്നെ, അതായത് 2024 ലോക്സഭ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇവർ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത് 9 നിയമസഭാ മണ്ഡലങ്ങള് ഒന്നാമതും 11 നിയമസഭാ മണ്ഡലങ്ങൾ 2ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഈ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് 1ാം സ്ഥാനവുമായിട്ട് വലിയ അന്തരമില്ല. അപ്പോൾ 20 നിയമസഭാ മണ്ഡലങ്ങൾ 26 നേടിയെടുക്കാം. ഇന്ന് ഇവർക്കൊരു കണക്ക് കൂട്ടലുണ്ട്. ലോക്സഭയുടെ തെരഞ്ഞെടുപ്പ് പാറ്റേൺ അല്ല നിയമസഭയുടേതെന്ന് പറഞ്ഞാൽ പോലും നിരവധി അനുകൂല ഘടകങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന്, പൊതുവെയുള്ള ഭരണവിരുദ്ധ വികാരം തന്നെയുണ്ട്. കൂടാതെ ശബരിമല വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിലൂടെ ഈ BJPക്ക് നേട്ടമുണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നാണ് അവർ കരുതുന്നത്. ആ നേട്ടമുണ്ടാക്കി എടുക്കേണ്ട സമയം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരാളുടെ നേതൃത്വവും ആ മാനേജ്മെന്റിലൂടെ BJPക്ക് ഉണ്ടാകാൻ പോകുന്ന നേട്ടമാണ് ഏറ്റവും പ്രധാനമാണ് എന്ന് പറയുന്നത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേക രീതി തന്നെയാണ് BJP ആവിഷ്കരിച്ചിരിക്കുന്നത്. വളരെ മുന്നേ തന്നെ ഒരു മാസ്റ്റർ പ്ലാൻ ഇവർ ഉണ്ടാക്കിയിരുന്നു. ഓരോ പഞ്ചായത്തിനായാൽ പോലും, മുനിസിപ്പാലിറ്റിക്കായാൽ പോലും, കോർപ്പറേഷനും ഒക്കെ തന്നെ വിഭിന്നമായ പ്രകടന പത്രിക ഇവർ തയ്യാറാക്കും കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഓരോ ഇടങ്ങളിലെയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട്, അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള പ്രകടന പത്രിക. ഈ വയനാടിന്റെ ഒരു പ്രകടന പത്രിക ആയിരിക്കത്തില്ല ഒരിക്കലും ആലപ്പുഴ ജില്ലയ്ക്ക് വരുന്നത്. അത് വ്യത്യസ്തമാണ്. മലയോര മേഖലകളിലെ അവർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. വന്യജീവി പ്രശ്നം, ഇതൊക്കെ കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ ചർച്ചയായ വിഷയമാണ്. പക്ഷേ ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ്. LDF സർക്കാരിനുണ്ടായ ഒരു വലിയ പരാജയമാണ് മലയോര കർഷകരെ വേണ്ട തരത്തിൽ സംരക്ഷിക്കാൻ കഴിയാത്തത്. അപ്പോൾ ഇതൊക്കെ വേണ്ട രീതിയിൽ മുതൽക്കൂട്ടാക്കി മാറ്റിയെടുക്കാനാണ് BJPയുടെ ശ്രമം. ഇതെന്തുകൊണ്ടും അനുകൂലമായിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു ബീഹാർ കാറ്റ് ഇവിടെ വീശിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഊർജം മുഴുവൻ ആവാഹിച്ചു നിൽക്കുകയാണ് കേരളത്തിലെ BJP ഘടകം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.